കോഴിക്കോട്ട് പോലീസിനെ മർദ്ദിച്ച പ്രതി പിടിയിലായിരിക്കുന്നു. കക്കോടി കൂടത്തുംപോയിൽ സ്വദേശി എബി എബ്രഹാമാണ് ഏലത്തൂർ പോലീസിന്റെ പിടിയിലായത്. പെരുവണ്ണാമൂഴി സ്വദേശിയായ പെൺകുട്ടി എബിയുടെ പേരിൽ ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇരുവരുമായി സ്റ്റേഷനിൽ നിന്ന് തർക്കമുണ്ടാവുകയും ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ഇൻസ്പെക്ടർ KR രഞ്ജിത്തിനെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഈ വാർത്ത പൂർണ്ണമായും വിശ്വസിക്കരുത്, കാരണം പോലീസിന്റെ ഭാഷ്യം മാത്രമാണ് ഇതിലുള്ളത്. കോഴിക്കോട്ട് പോലീസിനെ മർദ്ദിച്ച പ്രതി പിടിയിൽ എന്നതാണ് അതിന്റെ ശീർഷകമെങ്കിലും ആ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിയെ തിരിച്ച് പോലീസ് അവിടെ വെച്ച് ആക്രമിച്ചിരുന്നോ? ആ പ്രതി പോലീസിനെ ഒന്ന് ഉന്തുകയോ തള്ളുകയോ ചെയ്തതിനെ വലിയ രീതിയിൽ അക്രമമായി ചിത്രീകരിച്ച് പോലീസ് അത് കാണിക്കുകയാണോ അല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ പ്രതിയുടെ വാക്കുകൾ കൂടി അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ വാർത്തയെ രണ്ട് പുറമുള്ള ഇരുതല മൂർച്ചയുള്ള വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടി വരുന്നു. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ കോഴിക്കോട്ട് പോലീസിനെ മർദ്ദിച്ച പ്രതി പിടിയിൽ എന്നതാണ് വാർത്ത. കക്കോടി കൂടത്തുംപോയിൽ സ്വദേശി എബി എബ്രഹാമാണ് എലത്തൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പെരുവണ്ണാമൂഴി സ്വദേശിയായ പെൺകുട്ടി എബിയുടെ പേരിൽ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇരുവരുമായിട്ട് സ്റ്റേഷനിൽ നിന്ന് തർക്കമുണ്ടാവുകയും തർക്കത്തിനിടയിൽ ഈ പ്രതിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ഇൻസ്പെക്ടർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ വാക്ക്. അത് പിടിച്ചു മാറ്റലായിരുന്നോ മറ്റേതെങ്കിലും രീതിയിലായിരുന്നോ എന്നാണെങ്കിൽ അതിനുള്ള പ്രതികരണമായിട്ട് പ്രതി ഒരു എന്തെങ്കിലും രീതിയിൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്തോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇരുവരുമായിട്ട് സ്റ്റേഷനിൽ തർക്കമുണ്ടാവുകയും ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ഇൻസ്പെക്ടർ KR രഞ്ജിത്തിനെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം.